മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ പ്ലസൻ്റായിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങൾ ഈ കുട്ടി ആദ്യം വന്നു, ആദ്യത്തെ ദിവസം തന്നെ വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയായിരുന്നല്ലോ, പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി രണ്ടാമത്തെ ദിവസം വന്നു, പൊയ്ക്കോ എന്ന് പറയായിരുന്നല്ലോ, ഇല്ലല്ലോ. മൂന്നാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം കുട്ടിയെ മാറ്റിയിരുത്തി വേറെ, അതും ഒരു ടീച്ചറോട് കൂടെ. അപ്പം എത്ര കരുതലോടുകൂടിയാണ് ആ മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചത്. ഇനി മാതാപിതാക്കളോട് സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഭീഷണി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭീഷണിയുടെ സ്വരം ഉയർന്നത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നില്ല. ഭീഷണിയുടെ സ്വരം ഉയർന്നത് ഈ പറയുന്ന പിതാവിൻ്റെയും ഈ പറഞ്ഞ STPI തൃപ്പൂണിത്തുറയുടെ അദ്ദേഹത്തിൻ്റെയും പിന്നെ 6-7 പേര് ഇടിച്ചു കയറി വന്ന് ഭീഷണിപ്പെടുത്തിയവരുടെയും പ്ലസ് ഇതേ സ്വരം നമുക്ക് സർക്കാരിൻ്റെ അതിനു മുമ്പ് വിദ്യാഭ്യാസ ഓഫീസർ എറണാകുളത്തെ ചില കോണ്ടാക്റ്റ് ഒക്കെ അറിയാലോ, ഉയർന്ന സ്ഥാനത്ത് നിന്നും പിന്നെ ഉയർന്ന സ്ഥാനത്തേക്കുള്ള കോണ്ടാക്റ്റ് ഒക്കെ. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ഭീഷണിയുടെ കോൾ വരുന്നു, NOC എടുത്തു കളയും, ഭീഷണിയുടെ കോൾ വരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭീഷണി വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം എന്ന് പറയുന്നത് STPIയും ഈ കുടുംബവും ഈ ഭരണതലത്തിലും ഒക്കെ ഉള്ള ഒന്ന്.